ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 ചക്കച്ചുളയാണ് എടുത്തത്. ഈ ചക്കച്ചുള നമുക്ക് ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര 75 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് അരച്ച ചക്കയുടെ പേസ്റ്റ് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കൊരു അപ്പച്ചമ്പ് അടപ്പത്തേക്ക് വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്കൊരു കിണ്ണം എടുത്തിട്ട് അതിൽ അല്പം എണ്ണ ഒഴിച്ച് നന്നായിട്ട് തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റ് അപ്പച്ചമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പച്ചമ്പിലെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കിണ്ണത്തിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് 20 മിനിറ്റ് ആവിയിൽ വേവിക്കാം. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടപ്പത്തുനിന്ന് എടുത്ത് മാറ്റാം. ശരിക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇത്രയും മാവ് കൊണ്ട് 2 കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്.